ദൈവത്താൽ അനുഗ്രഹീതമായ വിശുദ്ധ ദിവസത്തിൽ ചിന്തയ്ക്ക് ആധാരമായിട്ടിരിക്കുന്ന കുറിവാക്യം നാം ഇന്ന് പാഠമായി വായിച്ച വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 13-ാമത്തെ വാക്യം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാലമില്ലാതെ പോയാൽ അതിനെ എന്തോന്ന് കൊണ്ട് രസം വരുത്താം. പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് ആകും. ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഈ അനുഗ്രഹീത ആരാധനയിലൂടെ ദൈവിക സാന്നിധ്യം രുചിച്ചറിയാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഞങ്ങളുടെ ജീവിതത്തെ ഉപയോഗപ്രദമായ ഒരു അനുഭവമാക്കി തീർക്കുക അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കണമേ. വചനം അവിടുത്തെ വക സംസാരിക്കുന്ന അടിയനും കേൾവിക്കാരായിരിക്കുന്ന ജനവും അവിടുത്തെ വക ഒന്നതുപോലെ പരിശുദ്ധാത്മാവിനാൽ നയിച്ച് നല്ല ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തെ അതിൽ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ആത്മീയ അനുഭവമാക്കി ഈ ആരാധനയിലൂടെ ദൈവത്തെ മഹത്വീകരിക്കാൻ സഹായിക്കുന്നു. യേശു ക്രിസ്തുവിൽ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ആരാധനയിലൂടെ ദൈവത്തെ മഹത്വീകരിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് തികച്ചും സംഭവവിരുദ്ധമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ ജീവിതങ്ങൾ ഇന്ന് മുമ്പോട്ട് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് നയിക്കുവാനായിട്ട് കഴിയുന്നില്ല. ചിലപ്പോഴെങ്കിലും നമ്മുടെ ദൗത്യം മറന്നു പോകുന്ന ജീവിത അനുഭവങ്ങൾ, ഒരു ഗുണവുമില്ലാത്ത ജീവിത അനുഭവമാണോ എന്റേത് എന്ന് ഒന്ന് ചിന്തിക്കുവാൻ, എന്റെ ജീവിതത്തെ എപ്രകാരം ഗുണകരമായ ഒരു ജീവിത അനുഭവമാക്കി മാറ്റാം എന്ന് ദൈവവചനത്തിലൂടെ ചിന്തിക്കുന്നവർക്കാണ് ആരാധനയുടെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിൽ ആരാധനയുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നാം ദൈവത്തെ ആരാധിക്കുവാനായി വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനമാണ്. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം പ്രസാദിക്കുകയും നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. എന്നാൽ പലപ്പോഴും നാം ഇന്ന് ആരാധനകളെ അലക്ഷ്യമായിട്ട് ലോക മനുഷ്യരെ പോലെയോ അതിനും തരം താഴ്ന്ന അനുഭവങ്ങളിലൂടെയോ ഏതൊരു ഗുണവും ഏതൊരു നിലവാരവും ഇല്ലാത്ത ജീവിതം നയിക്കുന്ന അനുഭവങ്ങളിലൂടെയാണോ നാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സുപ്രസാദകാലം, രക്ഷാദിവസം, ഈ നാളുകളിൽ അവനവന്റെ രക്ഷ അവനവൻ നേടണമെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാനും ഒന്നാമത് ദൈവത്തെയും അവന്റെ രാജ്യത്തെയും കുറിച്ച് അന്വേഷിക്കുവാനുള്ള ഒരു ആത്മഭാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എല്ലാം കഴിഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നതാണോ ആരാധന? എല്ലാറ്റിനും ഉപരിയായി സർവശക്തനായ ദൈവത്തിന് മഹത്വം കരയറ്റുന്ന ആരാധനയിലൂടെ നമ്മെ സമർപ്പിക്കുന്നതാണോ ആരാധന? നാം ചിന്തിക്കണം. നമ്മുടെ കുറവുകളെ നാം പരിഹരിക്കണം. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ നിലനിൽക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ വിളിച്ച് വേർതിരിക്കപ്പെട്ടതായ ദൈവജനമാണ്. ഇന്നത്തെ ചിന്താവിഷയം ദൈവജനം ഉപ്പും വെളിച്ചവും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഒരുപക്ഷേ നമ്മുടെ ഭവനത്തിനകത്ത് നിന്ന് നമ്മുടെ ജീവിത പങ്കാളിയെയോ നമ്മുടെ മക്കളെയോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെയോ നോക്കി നാം ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഒരു ഗുണവുമില്ലാത്ത അല്ലെങ്കിൽ ഒരു രുചിയുമില്ലാത്ത, ഏതൊരു വിധമായ നല്ല ഫലങ്ങളുമില്ലാത്ത ജീവിത അനുഭവങ്ങളാണ്. എന്നാൽ ഇന്ന് നാം ചിന്തിക്കുന്ന വചനങ്ങളിലൂടെ, ഇത് നമ്മുടെ ജീവിതത്തിൽ നാം സ്വാംശീകരിക്കുന്നതിലൂടെ നല്ല ഗുണമുള്ള മെച്ചമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും.
സ്വന്തം ജീവിതത്തിലെ നന്മകളെ കണ്ടെത്തുവാൻ കഴിയാതെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി നന്മകളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. ഇവയെ കണ്ടെത്തുവാൻ കഴിയാതെ പരാജയപ്പെട്ടു പോകുന്നവരാണ് നമ്മൾ പലരും. ഉള്ളിലെ പ്രകാശം തിരിച്ചറിയാതെ ഇരുളിന്റെ തടവറയിൽ അകപ്പെട്ടവരാണ് നമ്മിൽ പലരും. നമ്മുടെ അകമേ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ആത്മീയ വെളിച്ചമുണ്ട്. ആ വെളിച്ചം തെളിയിക്കാതെ ഇരുളിന്റെ തടവറകളിൽ ഇരുളടഞ്ഞ ജീവിതാനുഭവങ്ങളുമായി നിരാശകളോടെ ജീവിതത്തെ നയിക്കുന്നവരാണ് ഇന്നത്തെ ക്രൈസ്തവ വിശ്വാസികളിൽ ഭൂരിഭാഗം പേര്. ഇങ്ങനെയുള്ള സമകാലിക യാഥാർത്ഥ്യങ്ങളെ നാം മനസ്സിലാക്കി ഒരു നവീകരണത്തിന്റെ അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഉപ്പും വെളിച്ചവും എന്നുള്ളതായ ഒരു ഉപമ നാം ഇവിടെ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ യേശുവിനാൽ സ്ഥാപിക്കപ്പെട്ടതായ അനേക വചനങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന 2 വചനങ്ങളാണ്: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പോൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പ്, ലോകത്തിന്റെ വെളിച്ചം. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടുവാൻ കഴിയാത്ത 2 ഘടകങ്ങളാണ് ഉപ്പും വെളിച്ചവും. നമ്മുടെ ദൈനംദിന ജീവിതത്തെ നമ്മെ ശക്തീകരിക്കുന്ന അനുഭവങ്ങൾ. ഉപ്പ് നമ്മുടെ ഓരോ ദിവസത്തെയും ഭക്ഷണത്തിന് രുചി പകരുന്നു. വെളിച്ചം ഓരോ പ്രഭാതത്തിലും ഒരു പുതിയ ഉണർവിന്റെ ഒരു പുതിയ ദിനം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ മനുഷ്യ ജീവിതത്തിന് ഉപ്പും വെളിച്ചവും എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുവോ ഈ ലോകത്തിൽ മനുഷ്യനും അത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന കാര്യം വിസ്മരിച്ചു പോകരുത്. ഇന്ന് നമ്മുടെ ജീവിതങ്ങൾ ഇന്ന് പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഗുണവുമില്ലാത്ത, ഒരു നിലവാരവുമില്ലാത്ത, അധപതിച്ചതായ, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകുന്ന, ജീവിതത്തിൽ പരാജയമടഞ്ഞവരുടെ പട്ടിക ഇന്ന് വർദ്ധിച്ചു വരുന്ന ഈ കാലയളവുകളിൽ ഇവിടെ കർത്താവായ യേശു പറഞ്ഞതായ ഈ ഉപമയിലൂടെ നമ്മുടെ ജീവിതത്തെ ഒരല്പസമയം നമുക്ക് ഇപ്പോൾ ചിന്തിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിലൂടെയാണ്. ആ ഗിരിപ്രഭാഷണങ്ങളുടെ ആരംഭത്തിൽ തന്നെ യേശു തന്റെ മുൻപിലിരിക്കുന്ന പുരുഷാരത്തെ നോക്കി, യേശു തന്റെ മുൻപിലിരിക്കുന്ന ജനത്തെ നോക്കി പറയുന്നു: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇവിടെ നാം മനസ്സിലാക്കണം, ഇവിടെ പറഞ്ഞിരിക്കുന്ന പദം, ജനത്തിന് പറഞ്ഞിരിക്കുന്ന പദം പുരുഷാരം എന്നുള്ളതാണ്. ഇപ്പോൾ പുരുഷാരം എന്ന് പറയുമ്പോൾ സമൂഹം പുറന്തള്ളിയവർ, പാപികൾ എന്ന് മുദ്ര കുത്തിയവർ, രോഗികളായി നിരാശ അനുഭവിക്കുന്നവർ, എല്ലാവരും വെറുക്കപ്പെട്ടവർ, സഭയിലും സമൂഹത്തിലും രാഷ്ട്രത്തിന്റെ മുഖ്യധാരയിൽ നിന്നും അന്യവൽക്കരിക്കപ്പെട്ടു പോയതായ അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഒരു ഉപയോഗമില്ല എന്ന് പറഞ്ഞ് പാഴ് വസ്തുക്കളെ പോലെ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടതായ വ്യക്തി ജീവിതങ്ങൾ. ഇങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾ അഥവാ ഇരുളടഞ്ഞ ജീവിതത്തിന്റെ ഉടമകൾ, കുറച്ചുകൂടി വിശാലമായി പറഞ്ഞാൽ എല്ലാവരും ചൂഷണം ചെയ്യപ്പെട്ട മണ്ണിന്റെ മക്കൾ. ഇതാണ് ഏറ്റവും അർത്ഥവത്തായ പദം. അതായത് എല്ലാവരും ചൂഷണം ചെയ്യപ്പെട്ടതായ മണ്ണിന്റെ മക്കൾ. ഇന്ന് സ്വയം സംരംഭകർ, അതുപോലെ മറ്റുള്ളതായ പ്രവർത്തനങ്ങൾ, ബിസിനസ്സുകൾ, വ്യവസായങ്ങൾ എല്ലാം ശക്തി പ്രാപിച്ച് അവർ സമ്പത്തുകൾ വർദ്ധിപ്പിക്കുകയും ലോക മുതലാളി വ്യവസ്ഥ വളരെ ശക്തമാകുമ്പോൾ ഇവിടെ അടിച്ചമർത്തപ്പെടുന്ന മണ്ണിന്റെ മക്കളെ കുറിച്ച് നാം വിസ്മരിച്ചുകൊണ്ട് ദൈവവചനം ചിന്തിക്കുവാനായിട്ട് പാടുള്ളതല്ല. പ്രിയമുള്ളവരെ, ഇന്ന് ഏറ്റവും കൂടുതൽ കഷ്ടതകൾ അനുഭവിക്കുന്നവർ, അന്യവൽക്കരിക്കപ്പെട്ടു പോയവർ, സഭയിലായാലും സമൂഹത്തിലായാലും രാഷ്ട്രത്തിലായാലും
ഈ ലോകത്തിന് വെളിച്ചമാണ്. ഇവിടെ ഏതൊരു വിധമായ ആത്മവിശ്വാസവുമില്ലാതെ ജീവിതം അസ്തമിച്ചു എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടുകൊണ്ട് എല്ലാവരും അവഗണിക്കപ്പെട്ടവരായി ആരും മുഖത്ത് നോക്കി നല്ലൊരു വാക്കുന്നുവരെ പറഞ്ഞിട്ടില്ല. നീ ഈ ഭൂമിക്ക് കൊള്ളാവുന്നവനാണ്, നിന്റെ ഭവനത്തിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, നിന്റെ സഭയ്ക്ക് നീ വേണ്ടപ്പെട്ടവനാണ്, നിന്റെ രാഷ്ട്രത്തിൽ നീ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പുരുഷാരത്തെ നോക്കി ആരും പറഞ്ഞിട്ടില്ല. പറയുന്നത് ഒരു സമയത്ത് മാത്രം, വോട്ടിന്റെ സമയം വരുമ്പോൾ മാത്രമാണ്. അല്ലാത്ത സാഹചര്യങ്ങളെല്ലാം അവഗണിക്കപ്പെടുന്ന സാധാരണ ഒരു ജനവിഭാഗത്തെയാണ് യേശു ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. യേശു പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ഈ ലോകത്തിന് വെളിച്ചമുള്ളവരാണ്. അതേ പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ഭൂമിക്ക് ഏറ്റവും പ്രയോജനപ്പെട്ടവരാണ്, നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടപ്പെട്ടവരാണ് എന്ന് യേശു അവരെ നോക്കി പറയുമ്പോൾ അവരുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു കുളിർമ, ഒരു ആശ്വാസം. ഇതുവരെയും ഞങ്ങളെ നോക്കി ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ ഭൂമിക്ക് വേണ്ടപ്പെട്ടവരാണെന്നും ഈ ലോകത്തിന് വെളിച്ചം പകരുന്നവരാണെന്നും ഇതുവരെയും ഞങ്ങളെ നോക്കി ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും അവഗണിക്കപ്പെട്ടതായ ഒരു സമൂഹം. ആ സമൂഹത്തെ നോക്കിയാണ് യേശു പറയുന്നത്, നിങ്ങൾ ഈ ഭൂമിയുടെ ഉപ്പാകുന്നു, ഈ ലോകത്തിന് വെളിച്ചമാണ്. യേശു ഇവിടെ പറയുന്നതായ പുരുഷാരം എന്ന് പറയുന്ന അനുഭവം ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. രണ്ടാമത് യേശു ഇവിടെ പറയുന്ന ഉപമ ഉപ്പിനെ കുറിച്ചാണ്. ഉപ്പ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വസ്തുവാണ്. നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അത് വളരെ സൂക്ഷിക്കുകയും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നതായ ഒരു അനുഭവമാണ് ഉപ്പ് എന്ന് പറയുന്നത്. എന്നാൽ യേശു തന്റെ പരസ്യ ശുശ്രൂഷ നിർവഹിച്ചിരുന്ന നാളുകളിൽ പാലസ്തീനിൽ ഏറ്റവും വിലപ്പെട്ടതായ ഒരു വസ്തുവായിരുന്നു ഉപ്പ്. ഈ ഉപ്പ് അവർക്ക് പല വിധത്തിൽ പ്രയോജനകരമായ ഒരു അനുഭവമായിരുന്നു. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഉപ്പ് വളരെ വിലപ്പെട്ടതായ ഒരു ധാതുവായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പാലസ്തീനിലെ യഹൂദന്മാരുടെ ഭവനങ്ങളിൽ ഭവനത്തിന് പുറത്ത് കല്ലുകൾ അടുക്കി അവർ അടുപ്പുകൾ ക്രമീകരിക്കുക പതിവായിരുന്നു. ഈ അടുപ്പിന്റെ തറയോടിന്റെ അടിയിൽ ഉപ്പ് വിതറിയതിനു ശേഷമാണ് അവരെ അടുപ്പ് ക്രമീകരിക്കുന്നത്. അതിന് കാരണം ഈ ഉപ്പിന്റെ സാന്നിധ്യം കൊണ്ട് അടുപ്പ് എപ്പോഴും ചൂടായിരിക്കുന്ന അനുഭവമാണ്. ഈ ഉപ്പിന്റെ നിരന്തരമായ ഉപയോഗം മുഖാന്തരം ഉപ്പ് കാലമില്ലാതെ പോകുമ്പോൾ ആ അടുപ്പിന് ചൂട് നിലനിർത്തുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ വിതറിയിരിക്കുന്ന ഉപ്പിനെ മാറ്റി അത് കാലമില്ലാത്തത് കൊണ്ട് വഴിയിൽ ഉപേക്ഷിക്കുക പതിവാണ്. പിന്നെ പുതിയ ഉപ്പ്, അതായത് കാലമുള്ള ഉപ്പ് ഈ അടുപ്പിന്റെ അടിയിൽ നിക്ഷേപിക്കുകയും ഈ അടുപ്പിനെ ചൂടുള്ളതായ അനുഭവമാക്കി നിലനിർത്തുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിയ കർത്താവായ യേശു തന്റെ മുമ്പിലിരിക്കുന്ന ശിഷ്യൻ, തന്റെ മുമ്പിലിരിക്കുന്ന പുരുഷാരത്തോട് പറയുന്നു, ഉപ്പ് കാലമില്ലാതെ പോയാൽ അതിനെ പുറത്ത് കളഞ്ഞിട്ട് ചവിട്ടുവാനല്ലാതെ പിന്നെ ഒന്നിനും അത് കൊള്ളുന്നതല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഉപ്പ് വളരെ വിലപ്പെട്ടതാണ്, അത് കാലമില്ലാതെ പോയാൽ പാഴ് വസ്തുവുമാണ്. രണ്ടാമത് യേശു പറയുന്നത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. പാലസ്തീനിലെ ഭവനങ്ങളിൽ പഴയ കാലഘട്ടങ്ങളിൽ 15 ഇഞ്ച് മാത്രം വലിപ്പമുള്ള അതേ ജനലുകളാണ് അവരുടെ ഭവനത്തിൽ ക്രമീകരിച്ചിരുന്നത്. അതുകൊണ്ട് അവരുടെ ഭവനങ്ങളുടെ അകത്തളങ്ങളെല്ലാം ഇരുട്ട് നിറഞ്ഞതായ അനുഭവങ്ങളായിരിക്കും. ഇങ്ങനെ ഇരുട്ട് നിറഞ്ഞതായ ഭവനങ്ങളെ പ്രകാശിപ്പിക്കുവാൻ ഭവനത്തിനകത്ത് തണ്ടിന്മേൽ കത്തിച്ചു വച്ച ഒരു വിളക്ക് എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അവർ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഈ തണ്ടിന്മേൽ കത്തിച്ചു വച്ച വിളക്കിനെ താഴെ എടുത്ത് വെച്ച് പറ കൊണ്ട് മറച്ചു വെക്കുന്ന ഒരു അനുഭവം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിന് വെളിച്ചവും ഉള്ളവരാണ് എന്നുള്ളതാണ്. അപ്പൊ വിളക്ക് തണ്ടിന്മേൽ നിന്ന് എടുത്തു മാറ്റി വെച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കുകയില്ല. അതുപോലെ തന്നെയാണ് ഉപ്പ് കാലമില്ലാതെ പോയാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതായ ഫലം നമുക്ക് ലഭിക്കുകയില്ല. ഈ പശ്ചാത്തലത്തെ മുൻനിർത്തി
യേശു പറഞ്ഞതായ ഉപ്പിന്റെ ഗുണങ്ങളെ കുറിച്ച് 3 കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നമ്മുടെ ജീവിതവുമായി അത് ബന്ധിപ്പിക്കുവാനായിട്ട് ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, ഉപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് അലിയുന്ന ഒരു സ്വഭാവമുണ്ട്. ഉപ്പിനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്വഭാവം, അത് അലിയുന്ന ഒരു ഭാവം അതിനുണ്ട്. അപ്പോൾ ഉപ്പിന്റെ ഒരു യഥാർത്ഥ ഭാവം എന്ന് പറയുന്നത് ഞാനെന്നുള്ള ഭാവം നിലനിർത്തുന്ന ഒരനുഭവമല്ല. ഞാൻ ഉരുകി സ്വയം തീരുകയും ഞാൻ എവിടെയാണോ അലിഞ്ഞു ചേരുന്നത് അവിടെ എന്റെ സാന്നിധ്യം ഞാൻ പ്രകടമാക്കുകയും ചെയ്യുന്ന അനുഭവമാണ്. ഉപ്പിന്റെ നിരന്തരമായ സ്വാധീനം ഇരുമ്പിനെ പോലും അലിയിക്കുന്നതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എത്ര കഠിനമായ മനസ്സിന്റെ ഉടമകളായാലും നാം ഉപ്പിനെ പോലെ അലിയുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഉപ്പ് ഏത് വസ്തുവിലാണോ അലിഞ്ഞു ചേരുന്നത് അതിൽ ഉപ്പിന്റെ സാന്നിധ്യം എല്ലായിടവും അനുഭവിക്കുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഒരു ക്രൈസ്തവ ജനതയെ സംബന്ധിച്ചിടത്തോളം അഥവാ ദൈവ ജനത്തെ കുറിച്ച് യേശു പറയുന്നത് നിങ്ങൾ ഈ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നാം ആയിരിക്കുന്ന നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ, നമ്മുടെ ഭവനത്തിലായിക്കൊള്ളട്ടെ, നമ്മുടെ ദൈവാലയത്തിലായിക്കൊള്ളട്ടെ, സമൂഹത്തിലാകട്ടെ, നാം ആയിരിക്കുന്ന രാഷ്ട്രത്തിലാകട്ടെ, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ എവിടെയായാലും ഞാനെന്ന ഭാവത്തോടുകൂടി നിൽക്കുന്നതിനേക്കാൾ ഉത്തമം അവിടെ അലിഞ്ഞു ചേരുകയും ആ ഞാനായിരിക്കുന്ന ഭവനത്തിൽ ഏത് മേഖലയിലും എൻ്റെ സാന്നിധ്യം രുചിച്ചറിയുവാൻ കഴിയുന്ന ഒരു അനുഭവമായി തീരുമ്പോഴാണ് ദൈവജനം ഉപ്പിന്റെ അനുഭവമായി മാറ്റപ്പെടുന്നത്. അതിനെ കുറച്ചുകൂടെ വിശാലമാക്കി പറഞ്ഞാൽ, ദൈവത്തെ ആരാധിക്കുവാൻ എൻ്റെ ആലയത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ഞാനെന്ന ഭാവം മാറ്റിവെച്ച് ദൈവജനത്തോട് അലിഞ്ഞു ചേരുന്ന ദൈവജനത്തിൽ നാം ലയിക്കുകയും എൻ്റെ സാന്നിധ്യം ആ ദൈവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായ ഒരു അനുഭവം. പ്രിയമുള്ളവരെ, നാം ദൈവത്തെ ആരാധിക്കുവാനായി കടന്നു വരുമ്പോൾ ദൈവജനമെങ്കിൽ യേശു പറഞ്ഞ ഉപ്പിന്റെ ഒരു അനുഭവം നമ്മുടെ ഹൃദയത്തിൽ നാം പകരപ്പെടേണ്ടതായിട്ടുണ്ട്. ഇവിടെ അലിയുന്ന ഒരു ഗുണമാണ് ഉപ്പിനെ ഏറ്റവും ശ്രേഷ്ഠമാക്കുന്നത്. അത് അലിയാതെ കല്ലായി തന്നെ ഇരിക്കുന്നുവെങ്കിൽ ആ ഉപ്പ് കൊണ്ട് ഏതൊരു ഉപയോഗവുമില്ല. അത് കാലമില്ലാത്തതായ അനുഭവമാണ്. അങ്ങനെയുള്ള ഉപ്പിനെയാണ് യേശു പറയുന്നത് അതിനെ പുറത്ത് കളഞ്ഞിട്ട് ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിന് പിന്നെ കൊള്ളുന്നതല്ല. അപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ഇന്ന് പ്രകാരമായിരിക്കുന്നു. നമ്മുടെ ഭവനത്തിൽ ചവിട്ടുവാൻ പോലും കൊള്ളാത്ത അവസ്ഥയിലാണോ നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കുന്നത്? നമ്മുടെ ദൈവാലയത്തിൽ എന്നെ കൊണ്ട് ഏതൊരു ഗുണവുമില്ലാത്ത അനുഭവമാണോ എൻ്റെ ദൈവാലയത്തിൽ ഞാൻ പകരുന്നത്? ഞാനായിരിക്കുന്ന സമൂഹത്തിൽ രുചി പകരുന്ന അല്ലെങ്കിൽ എൻ്റെ സാന്നിധ്യം എവിടെ നോക്കിയാലും കണ്ടെത്തുവാനായിട്ട് കഴിയുന്നുണ്ടോ? അഥവാ പുറത്തുകൾ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവനായി ചവിട്ടി മെതിക്കുവാൻ മാത്രമാണോ നിന്റെ ജീവിതം കൊണ്ട് ഇന്ന് സമൂഹത്തിന് ലഭിക്കുന്ന ഫലങ്ങൾ? പ്രിയമുള്ളവരെ, നാം ഇവിടെ ചിന്തിക്കേണ്ടതായ ഒരു ഭാഗമാണ്. യേശു പറഞ്ഞു, കല്ലായ ഹൃദയമെല്ലാം മാറി മാംസളമായ ഒരു ഹൃദയം, അലിയുന്ന സ്വഭാവം, ആർദ്രതയുള്ള ഹൃദയം ഇന്ന് ദൈവജനത്തിന് ആവശ്യമായിരിക്കുന്നു. അലിയുന്ന ഹൃദയം അന്യം നിന്ന് പോയെങ്കിൽ അലിവാർന്ന ആർദ്രതയുള്ള ഒരു ഹൃദയം ഉപ്പിനെ പോലെ അലിഞ്ഞു ചേരുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമകളായി നാം മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. ഇന്ന് കഠിന മനസ്സുകളോടുകൂടെയാണോ നാം ദൈവാലയത്തിലേക്ക് കടന്നു വരുന്നത്? നമ്മുടെ മനസ്സുകളിൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന കഠിനമായ ചില ചിന്തകളും ചില പ്രവൃത്തികളും ചില കാര്യങ്ങൾ നാം ഇങ്ങനെ ഒതുക്കി കൂട്ടിയൊക്കെ വച്ചിട്ടുണ്ട്. അതിനെ അലിയിച്ച് കളയുകയും ഒരു മാംസളമായ ഹൃദയത്തോടുകൂടി അലിയുന്ന സ്വഭാവത്തോടെ നാം ദൈവത്തെ ആരാധിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്, ഉപ്പ് സംരക്ഷിക്കുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഉപ്പ് ദീർഘകാലം വസ്തുക്കളെ കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഒരു അനുഭവമാണ്. ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന്
ഉപ്പിനുള്ള കഴിവ് വളരെ വലുതാണ്. കേടുകൂടാതെ സംരക്ഷിക്കുവാനായിട്ട് നാം ഉപയോഗിക്കുന്ന ഒരു ധാതുവാണ് ഉപ്പ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നാം ഇവിടെ മനസ്സിലാക്കേണ്ടതായ ഒരു ആത്മീയ അർത്ഥമുണ്ട്. ദൈവജനം ഉപ്പിനെ പോലെ ആയിത്തീരുമ്പോൾ ഈ ദൈവജനം എവിടെയായിരിക്കുന്നുവോ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടതായ ഒരു ആവശ്യമുണ്ട്. യഹോവയാകുന്ന ദൈവം മനുഷ്യനെ ഉണ്ടാക്കി അവനെ ഏദേൻ തോട്ടത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഏദേൻ തോട്ടത്തിലേക്ക് കൊണ്ടുവന്ന് അവനോട് പറയുന്നത്, ഈ ഏദേൻ തോട്ടം കാക്കുവാനും സംരക്ഷിക്കുവാനുമായിട്ട് ആദാമിനെ ദൈവം അവിടെ നിയോഗിക്കപ്പെടുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന ഇടങ്ങളെ സംരക്ഷിക്കുവാനും കാക്കുവാനുമുള്ള ഒരു ഉത്തരവാദിത്വമാണ് ദൈവം എന്നെയും നിങ്ങളെയും പരമേൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും ജീവിക്കുവാനുള്ളതല്ല. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മെ ദൈവം നിയോഗിച്ചിരിക്കുന്ന ഇടങ്ങളിൽ ആ ഇടങ്ങളുടെ സംരക്ഷകരായി നാം ആയിരിക്കുന്ന ഇടങ്ങളെ കാക്കുവാനുള്ളതായ ഒരു ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ നമ്മെ അത് കാക്കുവാനും സംരക്ഷിക്കുവാനുമായി ആക്കി വച്ചിരിക്കുമ്പോൾ ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ പിന്നെ ഒന്നും കൊണ്ട് രസം വരുത്തുവാനായിട്ട് കഴിയുന്നതല്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതങ്ങളിൽ അതെ നാം ദൈവം നമ്മെ സംരക്ഷകരാക്കി വച്ചിരിക്കുന്നതായ ഇടങ്ങളിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നാം നിർവഹിച്ചില്ല എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടേതായ ജീവിതം നാശോന്മുഖമായ അനുഭവങ്ങളാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നമ്മുടെ കുടുംബ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാമോ? ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് കുടുംബ ജീവിതങ്ങളിൽ ജീവിത പങ്കാളിയുമായുള്ളതായ ജീവിത അനുഭവങ്ങളാണ്. നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ ജീവിത പങ്കാളിയുടെ സംരക്ഷകനും ജീവിത പങ്കാളിയെ കാക്കുന്നതായ ഒരു ഉത്തരവാദിത്വവും ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ കുടുംബ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാമോ? സംരക്ഷിക്കുന്ന കാക്കുന്ന അനുഭവങ്ങളിലാണോ? നമ്മുടെ കുടുംബ ജീവിതങ്ങൾ തകർച്ചയുടെ അനുഭവങ്ങളിലാണോ ഇന്ന് എത്തി നിൽക്കുന്നത്? പ്രിയമുള്ളവരെ, നാം ഒന്ന് ചിന്തിക്കുകയും ഒരു ഉത്തരം നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞാൽ അത് ഏറ്റവും അനുഗ്രഹീതമായ അനുഭവമാണ്. ദൈവം ഒരു കുടുംബ ജീവിതം നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ, ഒരു ജീവിത പങ്കാളിയെ ദൈവം നൽകിയിട്ടുണ്ട് എങ്കിൽ അതിനെ സംരക്ഷിക്കുവാനും കാക്കുവാനുമുള്ള ഉത്തരവാദിത്വം അവിടെയാണ് നീ ഭൂമിയുടെ ഉപ്പായി തീരുന്നതായ ഒരനുഭവം. അതുപോലെ തന്നെയാണ് ഈ കാലഘട്ടങ്ങളിൽ രക്ഷകർത്താക്കൾ ഏറ്റവും കൂടുതൽ ഭയത്തോടുകൂടി നോക്കിക്കാണുന്നത് അവരവരുടെ മക്കളെ തന്നെയാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ നമുക്ക് മക്കളെ ദാനമായി നൽകിയിട്ടുണ്ട് എങ്കിൽ അവരെ സംരക്ഷിക്കുവാനും അവരെ കാക്കുവാനുമുള്ള ഉത്തരവാദിത്വം നമ്മിൽ നിക്ഷിപ്തമാണ്. ആ ഒരു ഉത്തരവാദിത്വത്തിൽ നാം വ്യതിചലിക്കാതെ വളരെ പ്രാർത്ഥനയോടും കരുതലോടും ശ്രദ്ധയോടും കൂടെ നാം നമ്മുടെ തലമുറകളെ സംരക്ഷിക്കുകയും കരുതുകയും ചെയ്യേണ്ടതായ ഒരു ആവശ്യകതയെക്കുറിച്ച് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. നാം എല്ലാവരും വിശുദ്ധ ദിവസങ്ങൾ ദൈവത്തെ ആരാധിക്കുവാനായി ദൈവാലയത്തിലേക്ക് കടന്നു വരുന്നവരാണ്. ഈ ആലയത്തെ സംരക്ഷിക്കുവാനുള്ളവർ, ഈ ആലയത്തെ കാക്കുവാനുള്ളവർ ഞാനും നിങ്ങളും തന്നെയാണ്. ആ ഒരു ഉത്തരവാദിത്വം നാം എത്ര കണ്ട് നിർവഹിക്കുന്നു? നാം ഉപ്പിനെ പോലെ കാരമുള്ള ഒരു അനുഭവമെങ്കിൽ എന്റെ സാന്നിധ്യം ഈ ആലയത്തിന് സംരക്ഷണവും കാവലും ഒരുക്കുന്നതായ ഒരു അനുഭവമാണ്. നാം ഈ ആലയത്തെ സംരക്ഷിക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുന്നു, ദൈവജനം അനുഗ്രഹിക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, ആലയത്തോടുള്ള നമ്മുടെ ഈ നാളുകളിലെ ഉത്തരവാദിത്വങ്ങൾ പ്രകാരമാണ്. പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നാം ദൈവാലയത്തെ സമീപിക്കുകയും അത് കഴിഞ്ഞ് തിരിഞ്ഞു നടക്കുന്നതായ ആലയത്തോട് നന്ദിയില്ലാത്തവരായി, അഥവാ ദൈവജനം നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് എന്ന് പറയുമ്പോൾ ഉപ്പിന്റെ കാലം അതിന്റെ സംരക്ഷണം ദൈവാലയത്തിന് നൽകാത്തതായ അനുഭവങ്ങളായിട്ട് ദൈവജനം ഇത് അനുവദിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ നാളുകളിൽ നാം ഈ ദൈവാലയത്തിന്റെ സംരക്ഷണം
ഈ ദൈവാലയത്തെ കാക്കുവാനുള്ള ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുമ്പോൾ ആലയം ശക്തമായ ശുശ്രൂഷകളിലൂടെ സമൂഹത്തിന് ഉപ്പായി തീരുന്ന, സമൂഹത്തെ സംരക്ഷിക്കുന്ന ഒരു അനുഭവമായി മാറ്റപ്പെടും. ഇത് പലപ്പോഴും ആലയങ്ങൾ മൂല്യച്യുതിയുടെ വക്കീലാണോ നിലനിൽക്കുന്നത്? അങ്ങനെയെങ്കിൽ അതിന് ഞാൻ കാരണക്കാരനാണോ? ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ എൻ്റെ ഉത്തരവാദിത്വങ്ങൾ എത്ര കണ്ട് നിർവഹിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നാം ചിന്തിച്ച് അതിന് ഉത്തരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് നാം ആയിരിക്കുന്ന സാമൂഹിക ബന്ധങ്ങൾ. ഇന്ന് സമൂഹത്തെ മാറ്റി നിർത്തി ഒരു ദൈവജനത്തിന് ജീവിക്കുവാനായിട്ട് കഴിയുന്നതല്ല. നാം സമൂഹത്തിന് മുഖ്യധാരയിൽ ജീവിക്കേണ്ടവരാണ്. അപ്പോൾ നമ്മുടെ സാന്നിധ്യം സമൂഹത്തിന്റെ സംരക്ഷകരായി മാറ്റപ്പെടണം. ഈ സമൂഹത്തെ കാക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള ഒരു ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. അതാണ് ദൈവജനം. അത് ഈ ലോകത്തിന് ഉപ്പായി തീരുന്ന അനുഭവം. നാം നമ്മുടെ സമൂഹത്തിന് കൊള്ളാകുന്നവരായി, സാമൂഹിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരായി, സമൂഹത്തിൽ അപരനെയും സംരക്ഷിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മതബഹുല സമൂഹത്തിൽ ക്രൈസ്തവ സാക്ഷ്യം നമുക്ക് ഉയർത്തിപ്പിടിക്കുവാനായിട്ട് കഴിയും. ഞാൻ ഈ പറഞ്ഞ സാഹചര്യങ്ങളിലെല്ലാം നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കപ്പെടുമ്പോഴാണ് നാം സംരക്ഷകരായി മാറുന്നത്, കാക്കുന്നതായ അനുഭവമായി തീരുന്നത്. എന്നാൽ ദൈവജനത്തിന്റെ മൂല്യ തകർച്ച സംഭവിക്കുമ്പോൾ, ആ ഉപ്പ് കാരമില്ലാതായി തീരുമ്പോൾ ചീഞ്ഞ് നാറുന്ന അനുഭവങ്ങളാണ്. ഈ ചീഞ്ഞ് നാറുന്ന അനുഭവങ്ങൾ പ്രിയമുള്ളവരെ നമ്മുടെ ഭവനത്തിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്നു, നമ്മുടെ ദൈവാലയങ്ങളിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്നു, നമ്മുടെ സാന്നിധ്യമുള്ള സമൂഹങ്ങളിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ നാം ശ്രദ്ധയോടുകൂടെ യേശു പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ലോകത്തിന് ഉപ്പായി തീരുന്ന അനുഭവം, അത് നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ആരംഭിക്കണം. നമ്മുടെ ഭവനത്തിന്റെ സംരക്ഷകരായിരിക്കണം ഞാനും നിങ്ങളും. നമ്മുടെ ദൈവാലയത്തിന്റെ സംരക്ഷകരായിരിക്കണം. നമ്മുടെ സമൂഹത്തിന്റെ സംരക്ഷകരായി മാറണം. അവിടെ ദൈവജനം ഉപ്പായി തീരുന്ന ഒരു അനുഭവമാണ്. മൂന്നാമത് നമുക്കിവിടെ രക്ഷിക്കുവാനായിട്ട് കഴിയുന്ന ചിന്ത ഉപ്പ് രുചി പകരുന്ന അനുഭവമാണ്. അതെ പ്രിയമുള്ളവരെ, ഉപ്പ് സ്വയം അലിഞ്ഞ് ഇല്ലാതായി തീരുമ്പോൾ അത് ഏത് വസ്തുവിലാണോ അലിഞ്ഞു ചേരുന്നത് അതിന് പുതിയ രുചിയും പുതിയ മാനവും പുതിയ ഒരു അനുഭവവും പകരുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇപ്പോൾ ഉപ്പിന് അതിന്റെ സ്വത്വം, അതിന്റെ രൂപം നഷ്ടപ്പെടുന്നുവെങ്കിലും അത് ഏതിലാണോ അലിഞ്ഞു ചേരുന്നത് അതിനെ ശ്രേഷ്ഠവും സ്വാദിഷ്ടവുമായ ഒരു അനുഭവമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ഇതാണ് യേശു നമുക്ക് വെച്ചേച്ചു പോയ മാതൃക. യേശു നമുക്ക് പകർന്നു നൽകിയ മാതൃക ഇതാണ്. യേശു ഈ ഭൂമിയിൽ ജീവിച്ചു, ലോകത്തിന് വേണ്ടി, ലോകമാനവ ജനതയ്ക്ക് വേണ്ടി സ്വയത്തിൽ ആശ്രയിക്കാതെ തന്നെത്താൻ ത്യജിച്ച് ഈ ലോകത്തിൽ യാഗമായി തീർന്ന യേശു നമുക്ക് വരച്ച് കാണിച്ചു തന്നിരിക്കുകയാണ്. തന്റെ രൂപം നഷ്ടപ്പെട്ടപ്പോഴും താനായിരിക്കുന്ന ലോക ജനതയ്ക്ക് ശ്രേഷ്ഠവും രുചികരവുമായ ഒരു അനുഭവം ക്രിസ്തു പകർന്നു നൽകിയെങ്കിൽ ക്രിസ്തുവിനെ ആരാധിക്കുന്ന ദൈവജനമെന്ന് അവകാശപ്പെടുന്ന ഞാനും നിങ്ങളും നാം ഈ ദേശത്തിൽ, നമ്മുടെ ദൈവാലയത്തിൽ, നമ്മുടെ ഭവനത്തിൽ നാം അലിഞ്ഞു ചേരുമ്പോൾ അവിടെ ചില ശ്രേഷ്ഠമായ മാറ്റങ്ങൾ സംഭവിക്കണം. ഈ മാറ്റങ്ങളിൽ സംഭവിക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നത്, മറ്റുള്ളവർ നമ്മെ വിമർശിക്കുന്നത്, ദൈവം നാം ദുഷിക്കപ്പെടുന്നത്. പ്രിയമുള്ളവരെ, നാം ആയിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങൾ കുടുംബജീവിതമാണല്ലോ. നമ്മുടെ കുടുംബജീവിതങ്ങൾ ഇത് രുചിയുള്ള അനുഭവങ്ങളിലൂടെയാണോ മുമ്പോട്ട് പോകുന്നത്? ഒരു ജീവിത പങ്കാളി തന്റെ സ്വന്തം ജീവിത പങ്കാളിക്ക് രുചി പകരപ്പെടുന്ന അല്ലെങ്കിൽ ശ്രേഷ്ഠമായ ഗുണങ്ങൾ പകർന്നു നൽകുന്ന അനുഭവമാണോ? കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുന്ന മക്കൾ ആ കുടുംബത്തിലുള്ള മാതാപിതാക്കൾക്കും മറ്റ് സഹോദരങ്ങൾക്കും ശ്രേഷ്ഠമായ ഭാവത്തോടുകൂടെ ലയിച്ചു ചേർന്ന് രുചി പകരുന്ന അനുഭവത്തിലാണോ ഇന്ന് ജീവിക്കുന്നത്? നമ്മുടെ ദൈവാലയത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഞാനെന്ന വ്യക്തിത്വം ഈ ദൈവാലയത്തിൽ അലിഞ്ഞു ചേരുകയും ഈ ദൈവാലയത്തിന് ശ്രേഷ്ഠമായ രുചിയുടെ മധുരിമയുടെ അനുഭവം
നാം ആയിരിക്കുന്ന രാഷ്ട്രത്തിൽ, രാഷ്ട്ര നിർമ്മാണത്തിൽ ഞാൻ എന്ന് പറഞ്ഞ് നിലനിൽക്കുന്നതിനേക്കാൾ അതിനോട് ചേർന്ന് ലയിച്ച് അതിന് ശ്രേഷ്ഠമായ ഒരു ഭാവം നൽകി അതിന് രുചിയുടെ, മധുരിമയുടെ ഒരു അനുഭവം നൽകുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ഇവിടെയാണ് ഉപ്പ് ഇവിടെ ഭൂമിക്ക് ഗുണകരമായ ഒരു അനുഭവമായി തീരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് ഈ രുചി പകരപ്പെടുവാനായിട്ട് കഴിയണം. ഇതെത്ര ഭവനങ്ങളിൽ സ്വന്തം ജീവിത പങ്കാളി ഒന്ന് പുറത്തു നോക്കി സംസാരിക്കുമ്പോൾ ഒരു രുചിക്കുന്ന ശ്രേഷ്ഠതയുടെ അനുഭവം ആസ്വാദ്യമാക്കുവാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ദൈവാലയത്തിലേക്ക് കടന്നു വന്ന് കൂട്ടു സഹോദരനോട് ഒന്ന് ചിരിച്ച മനസ്സോടുകൂടെ മനസ്സ് തുറന്ന് അവനിൽ ഒന്ന് ലയിച്ചു ചേർന്ന് അവന് രുചി പകരുന്ന ഒരു ജീവിത അനുഭവം കാഴ്ചവെക്കുവാൻ എത്ര ദൈവജനത്തിന് ഇന്ന് കഴിയുന്നുണ്ട്? നമ്മുടെ മക്കളുടെ ജീവിതങ്ങളിൽ നമുക്ക് ലയിച്ചു ചേരുവാനായിട്ട് കഴിയുന്നുണ്ടോ? ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. എനിക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഞാൻ ഒന്ന് ലയിച്ചു ചേരുമ്പോഴാണ് അവർക്ക് രുചികരമായ ഒരു രക്ഷകർത്താവ് എന്ന അനുഭവത്തിൽ എനിക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയും. നമുക്കതിന് കഴിയുന്നുണ്ടോ? മക്കൾക്കും അതേപോലെ അനുഭവം തന്നെയാണ് മാതാപിതാക്കൾക്ക് പകർന്നു നൽകുവാനുള്ളത്. മാതാപിതാക്കളോട് ചേർന്ന് നിന്ന് അവരോട് ലയിച്ചു ചേരുകയും അവർക്ക് രുചി നൽകുന്ന അനുഭവങ്ങളാണ്. അത് കൈപ്പായ വാക്കുകളും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും ഇന്ന് പല രക്ഷകർത്താക്കളും ഞാൻ വേദനിക്കുന്ന ഹൃദയത്തോടെ പറയുകയാണ്. പ്രിയമുള്ളവരെ, മക്കളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അങ്ങനെ വേദനിക്കുന്ന മനസ്സോടുകൂടെ നിരാശ നിറഞ്ഞ ജീവിതങ്ങൾ നയിക്കുന്ന അനേകരെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. ഇവിടെയാണ് ലയിച്ചു ചേരാത്തതിന്റെ ഒരു കുറവ്, അഥവാ പരസ്പരം രുചി പകരുവാൻ കഴിയാതെ വരുമ്പോഴാണ് രുചി തേടി മറ്റിടങ്ങളിലേക്ക് നമ്മുടെ മക്കൾ കടന്നു പോകുന്നത്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇത് നിത്യസംഭവങ്ങളാണ്. ദൈവാലയത്തിലും ഇത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കല്ലായ ഒരു അനുഭവമല്ല, ഉപയോഗപ്രദമായ ഒരു അനുഭവമാക്കി നമുക്കതിനെ മാറ്റുവാനായിട്ട് കഴിയണം. രുചിയില്ലാത്തതായ ഒരു അനുഭവമാണെങ്കിൽ യേശു പറയുന്നു, പുറത്ത് കളഞ്ഞിട്ട് പിന്നെ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുകയില്ല. അപ്പോൾ ദൈവജനം എന്ന് പറയുമ്പോൾ ദൈവജനത്തിന്റെ അന്തസ്സത്ത മനസ്സിലാക്കി നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ രുചി പകരുകയും നീ ആയിരിക്കുന്ന ഇടങ്ങളെ സംരക്ഷിക്കുകയും നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ പ്രകാശം പരത്തുകയും ചെയ്താൽ അത് നിനക്കൊരു മാന്യതയുണ്ട്. നിന്നിലൂടെ ദൈവനാമം മഹത്വപ്പെടുകയും ചെയ്യും. എന്നാൽ നിന്നെ ആക്കി വച്ചിരിക്കുന്ന ഇടങ്ങളിൽ സംരക്ഷിക്കപ്പെടാതെ ഏതൊരു രുചി പകരാതെ കൈപ്പിന്റെ അനുഭവങ്ങൾ എപ്പോൾ വായി തുറന്നാലും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന വാക്കുകൾ മാത്രം പറയുന്ന ഭക്തന്മാർ ഇന്ന് വളർന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ജീവിതങ്ങളെ നോക്കിയാണ് യേശു പറഞ്ഞത്, നിന്നെ കൊണ്ട് പിന്നെ ഒന്നിനും കൊള്ളുന്നതല്ല, പുറത്ത് കളഞ്ഞിട്ട് ചവിട്ടുവാനല്ലാതെ. അതാണ് ഏതൊരു ഉപയോഗമില്ലാത്തതായ അനുഭവം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ നാം സംരക്ഷകരായി മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. രുചി പകരേണ്ടതായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ ഭവനത്തിൽ വെളിച്ചം പകരുന്ന ഒരു അനുഭവമായി നാം തീരണം. അങ്ങനെയുള്ള കുടുംബങ്ങൾ ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവാലയത്തിലും അത് തന്നെ സംഭവിക്കും. ദൈവാലയം സംരക്ഷിക്കപ്പെടും. വളരെ ശക്തമായ ശുശ്രൂഷകളിലൂടെ മുമ്പോട്ട് പ്രയാണം ചെയ്യും. ദൈവാലയത്തിൽ കൂടി വരുന്നവർ തമ്മിൽ രുചികരമായ, മധുരമായ, സന്തോഷകരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് കഴിയും. അതേ സഭ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴും അത് തന്നെയാണ്. രാഷ്ട്ര നിർമ്മാണത്തിലും ആ ഒരു അനുഭവം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം സമൂഹത്തിന്റെയും ഭവനത്തിന്റെയും സഭയുടെയും ഭാഗമായി തീരുമ്പോൾ സമൂഹത്തിനും സഭയ്ക്കും നമ്മുടെ ഭവനത്തിനും രുചി പകരുന്നതായ ഒരു അനുഭവം നാം വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, തികച്ചും സംഭവ ബഹുലമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിതം നയിക്കുന്നത്.
നമ്മുടെ പല ഗുണങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. കാലമില്ലാത്ത ഉപ്പിനെ പോലെ അലിയാത്ത കല്ലായ അനുഭവങ്ങളിൽ നാം എവിടെയെല്ലാം കിടക്കുന്നുവോ അവിടെയെല്ലാം ഇടർച്ചകൾ മാത്രം വരുത്തുന്ന ഒരു സാഹചര്യങ്ങളിൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് ക്രൈസ്തവ സമൂഹം പല വിധത്തിൽ വിമർശിക്കപ്പെടുന്ന അനുഭവങ്ങളാണ്. ഇവിടെ നമ്മുടെ യേശു തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന ഉപ്പിന്റെ അനുഭവത്തിലേക്ക്, വെളിച്ചത്തിന്റെ അനുഭവത്തിലേക്ക് നാം തിരികെ വരണം. ഉപ്പിനെ പോലെ സ്വയം അലിഞ്ഞ് സംരക്ഷിക്കുകയും രുചി പകരുകയും ചെയ്യുന്ന അനുഭവം, ഒരു മെഴുകുതിരിയെ പോലെ കത്തിജ്വലിച്ച് വെളിച്ചം വിതറുന്നതായ ഒരു അനുഭവം, നമ്മുടെ ദൈവജനം എന്ന ആ ഒരു അർത്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മിൽ നിന്നും ഉണ്ടാകുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാണ് ഓരോ